ബൈസിലുള്ള മറ്റു അച്ഛന്മാരെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, മാതാപിതാക്കളെ, നമ്മുടെ മണ്ഡപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആഘോഷങ്ങളിലൊന്നാണ് പൊൻസ്വാമിയുടെ തിരുനാളും അതിൻ്റെ പ്രാരംഭ ഭാഗത്തുള്ള ഈ കൊടിയേറ്റൽ കർമ്മവും. നമുക്കറിയാവുന്ന പോലെ ഒക്ടോബർ മാസം 2 ബെനഡിക്ട് പിതാവ് പൊൻസ്വാമിയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള വലിയൊരു നമ്മുടെ അയൽപക്ക മതങ്ങളിലും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു ടേസ്റ്റും നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടുന്നതിനും നമ്മളുടെ ആത്മീയ പുനഃപരിശോധന നടത്തുന്നതിനുമുള്ള നല്ലൊരു അവസരമായിട്ട് ഇതിനെ നമ്മൾ കാണണം. സഭാ മക്കളെ ഒന്നിപ്പിക്കുന്ന ഒരു ആത്മീയ മന്ത്രമാണ് വാസ്തവത്തിൽ അൽഫോൻസാമ്മ. എത്രയോ വലിയ കൂടിവരവുകളാണ് ഇവിടെ നടക്കുന്നത്. അടിസ്ഥാനപരമായ ആത്മീയ ഉണർവിൻ്റെ സന്ദേശമാണ് ഇത് നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം അൽഫോൻസാമ്മ ഒരു പൂർണ്ണതയാണ്. ആ പൂർണ്ണതയോട് ചേർന്ന് നിൽക്കാനുള്ള മനുഷ്യവർഗത്തിൻ്റെ വലിയൊരു പരിശ്രമമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അൽഫോൻസാമ്മ അല്ലെങ്കിൽ അമ്മയെപ്പോലെ നമ്മുടെ മദ്യപാനവും മയക്കുമരുന്നും വഴി നമ്മളുടെ യുവജനങ്ങളും ഇതുപോലുള്ള ഒരുതരം മരണത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾക്ക് ശിക്ഷണം നൽകാനായിട്ട് കെൽപ്പില്ലാത്തവരെ പോലെ മാതാപിതാക്കൾ മാറുമ്പോൾ, ഇടവക വികാരിമാര് മാറുമ്പോൾ ഒക്കെ സംഭവിക്കുന്ന കാര്യം ഇതാണ്. പണ്ട് മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടികിട്ട മാട് പണിയെടുക്കുകയില്ല. കന്നുകാലികൾ നല്ലപോലെ പണിയെടുക്കണമെങ്കിൽ നല്ല അടി വെച്ച് കൊടുക്കണം. മക്കൾക്ക് ശിക്ഷണം ഒട്ടും നൽകാതെ മാറി നിൽക്കുമ്പോഴാണ് അവർ ഇങ്ങനെയുള്ള തെറ്റായ പടികളിലേക്ക് എല്ലാം മാറിപ്പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു മാർഗമായിട്ട് നമുക്ക് ഇപ്പോൾ ഓടിയെത്താവുന്നത് ഈ പുണ്യ കുടീരത്തിലേക്കാണ്. അൽഫോൻസാമ്മ ഭാരതത്തിൻ്റെ വലിയ ശക്തിയാണ്. നമ്മൾ ആ ശക്തിയോട് ചേർന്ന് നിന്നാണ് എപ്പോഴും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത പെരുന്തോട്ടം പിതാവ് മാറ്റുന്ന ഒരുപാട് പ്രവണതകൾ കാണുമ്പോൾ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പോലെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ആത്മീയതയില്ലാതെ, നിലപാടുകളില്ലാതെ, ഒരുപാട് കോംപ്രമൈസ് ഫോർമുലയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവാരാധനയെക്കുറിച്ച് നമുക്ക് വേണ്ട അറിവില്ലാതെ നിൽക്കുമ്പോൾ, പ്രയാസങ്ങളെ മറികടക്കാൻ, സത്യത്തെ ബലികഴിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, സത്യസന്ധമായ കുടുംബജീവിതം നയിക്കാതെ വരുമ്പോൾ, സുവിശേഷത്തെ മായം ചേർത്ത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴെല്ലാം ലവണാംശം നഷ്ടപ്പെടുകയാണ്. അത് വലിയ നഷ്ടമാണ്. ലവണാംശം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ പോലെ നമ്മൾ ചിലപ്പോഴെല്ലാം മാറുന്നുണ്ട്. എ ക്രിസ്ത്യൻ ഷുഡ് നോട്ട് ബി ലൈക്ക് കമേലയോൺ, ഒന്നിനെ പോലെ നിറം മാറുന്നവരെ പോലെ, സാഹചര്യങ്ങളനുസരിച്ച് നിറം മാറുന്നവര് ആകരുത് നമ്മൾ. പ്രവാചകന്മാര് സത്യം പറയണം. ജെറമിയ 14:14 പറയുന്നുണ്ട്, പ്രവാചകന്മാർ വ്യാജ പ്രഘോഷണം നടത്തുന്നത് പോലെ തോന്നുന്നുവെന്ന്. അത് ഫാൾസിഫയിങ് ഗോഡാണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ നമ്മൾ പേഗനൈസ് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ നമുക്ക് അൽഫോൻസാമ്മ നൽകുന്ന വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ലവണാംശം അത് കാത്തു സൂക്ഷിക്കാൻ, അത് പ്രിസർവ് ചെയ്യുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ പ്രിസർവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ സ്ഥാനത്തെ നദികളെല്ലാം ജൈവികമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഫോൻസാമ്മ, ചാവറപുണ്യവാന്, പ്രിയന്ത്രേസ്യ, യുപ്രോസിയാമ്മ, അവരെല്ലാം എപ്പോഴും ഏതു കാര്യത്തിലും നമുക്ക് വലിയൊരു ബലം നൽകുകയാണ്.
ആ ബലമാണ് ഇന്ന് സിറോ മലബാർ സഭയെ വളരെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് ആത്മീയ വിചാരങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരു ലതാർജി, ഒരു ഉന്മേഷക്കുറവ് ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പുണ്യവതി നമുക്ക് സുവിശേഷം തുറക്കാനുള്ള വലിയൊരു താക്കോലും നിരന്തരമായിട്ട് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു പാഠപുസ്തകവുമായിട്ട് എല്ലാം മാറിയിരിക്കുകയാണ്. കലാരൂപതയുടെ FCCയുടെ ആധ്യാത്മിക പൈതൃകത്തിൻ്റെ ഭക്ഷണമുറിയാണ്, കൂട്ടുമുറിയാണ് അൽഫോൻസാമ്മയുടെ ഈ പുണ്യകുടീരം. ആത്മീയമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ നിറവ്, പരിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും അതുപോലുള്ള മറ്റ് സായാഹ്ന പ്രാർത്ഥനകളും എല്ലാം നൽകി നമുക്ക് എപ്പോഴും ജീവിതത്തിന് വലിയ ഉന്മേഷം നൽകുന്ന കേന്ദ്രമായിട്ട് മാറി. വേനൽക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അധ്വാനിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ശരീരത്തിൽ നിന്ന് വെള്ളം എല്ലാം പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അസ്വസ്ഥതയാണ്. അങ്ങനെയുള്ള ആത്മീയ ജീവിതത്തിൽ ആത്മീയ വഴികൾ വിട്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ആ മേഖലയിൽ ഉണ്ടാകും. അപ്പോഴെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ പുണ്യകുടീരത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും സംതൃപ്തിയും തോന്നും. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. സുവിശേഷം എന്ന് പറയുന്നത് ഉപ്പാണ്, സാൾട്ടാണ്. പുണ്യവാന്മാരുടെ ജീവിതത്തിൻ്റെ മുഖ്യ വഴികളും ആ വലിയൊരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷേ ഉപ്പിനെ പലപ്പോഴും, ആ സുവിശേഷത്തെ പലപ്പോഴും നമ്മൾ ഷുഗറായിട്ട് മാറ്റിക്കളയുന്ന ഒരു കീഴ്വഴക്കം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഉപ്പ് വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ, അതിൻ്റെ രുചി നഷ്ടപ്പെട്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒക്കുകയില്ല. എന്നാൽ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നതിന് മറ്റൊരു തലമാണ്. ഉപ്പിനെ നമ്മൾ മേഘലേവാകരമാക്കി കാറ്റിൻ്റെ ചുരുകളിൽ സ്വീകരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധന്മാരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആശീർവദിക്കണമേ. ആമേൻ. സകലീരന്മാർ സകലീരന്മാർ താരാഘോഷ വല്ലാശോഷ കപൂരാം. ആത്മാവിന്റെ സംസർഗവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും അതേ ഉദ്ദേശത്തിലല്ല.